ഹായ് ഹലോ. വീട്ടിലെ പച്ചക്കറിയൊക്കെ തീർന്നു. എന്നാൽ പിന്നെ വാങ്ങിക്കാമെന്ന് കരുതി രഞ്ജിത്തേട്ട ഫ്രീ ആയപ്പോൾ ഞങ്ങൾ കടയിലേക്ക് ഇറങ്ങി. ഞങ്ങൾ സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഐറ്റംസ് ഒക്കെ കുറവായത്. എന്നാലും ഞങ്ങൾ അവിടെ നിന്നും കിറ്റ് വാങ്ങി. നല്ല ഫ്രഷ് സാധനമാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പിന്നെയും പിന്നെയും അവിടെ തന്നെ പോകുന്നത്. പച്ചക്കറിയൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിൽ വന്ന് എടുത്തു വെച്ചിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. കണ്ണൂന് എപ്പം ചെന്നാലും അവിടുത്തെ അപ്പച്ചൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ആദ്യം ഒരു ആപ്പിൾ കൊടുത്തു, അവനത് വേണ്ട. പിന്നെ ഒരു പച്ചമാങ്ങ കൊടുത്തു, അവൻ അതും വാങ്ങി ഉപ്പും മുളകും ഇട്ട് തിന്നാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെ അവിടെ ഇറക്കിയിട്ട് രഞ്ജിത്തേട്ടൻ സൈറ്റിലോട്ട് പോയി. ചേച്ചി ആ മാങ്ങ ഉപ്പും മുളകും ഇട്ട് കൊടുത്തു. എന്ത് പുളി ആ മാങ്ങയ്ക്ക്! അവനൊരു എക്സ്പ്രഷന് ഞാൻ മുഖത്ത് കണ്ടില്ല. ഇത്രയും പുളിയുള്ള മാങ്ങ തിന്നിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുന്ന നിപ്പ് കണ്ടോ? കണ്ണൂന് ഒരു എക്സ്പ്രഷനും ഇല്ലേലും എനിക്ക് എക്സ്പ്രഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ പുളിയായിരുന്നു ആ മാങ്ങയ്ക്ക്. വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേന് മാമനും കണ്ണും കൂടെ പോയി ഏത്തയ്ക്കാപ്പവും പരിപ്പുവടയും അവന് കുറച്ച് മുട്ടായും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് കാണിച്ചേ, കവർ കാണിച്ചേ, കവർ. ഞങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഇവനാണ്, സിലോപ്പി. ചേച്ചി അത് നേരത്തെ വെട്ടി ക്ലീൻ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഈ താരത്തിന് എന്തെടുക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, വാഴയിലയിൽ പൊള്ളിച്ചെടുക്കാൻ. അതിന് ഞങ്ങൾ എല്ലാവരും കൂടി ഇല വെട്ടാൻ പോയി. ഇല വെട്ടുന്നത് വിനോദേട്ടനാണെങ്കിലും ഞങ്ങൾ കൂടെ കാണാൻ പോയി. ഈ ഇലയെല്ലാം എടുത്ത് വൃത്തിയാക്കി വാട്ടിയെടുക്കണം. അങ്ങനെ സിലോപ്പിയ പൊള്ളിക്കാനുള്ള മെയിൻ സാധനം വാഴയില റെഡിയായി. ഇനി സിലോപ്പിയെ റെഡിയാക്കാൻ തുടങ്ങാം. അപ്പുറത്തെ വീട്ടുകാർ ചോദിക്കുമായിരുന്നു എന്തിനാണ് വാഴയില എന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതുപോലെ സിലോപ്പിയ പൊള്ളിക്കാനാണെന്ന്. ഞങ്ങളവിടെ സിലോപ്പിയയ്ക്ക് ആവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്നുള്ളി, സവോള ഇവയെല്ലാം അരിഞ്ഞ് വെക്കുക. കണ്ണു ഇടയ്ക്ക് വന്നെത്തി നോക്കുന്നുണ്ട് എന്തോ ചെയ്യുന്നതെന്ന്. ചേച്ചി അതിനിടയ്ക്ക് ചേച്ചിയുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പ്രധാന ഐറ്റമായ കറിവേപ്പില പറിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് സിലോപ്പിക്ക് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയ സവാളയും തക്കാളിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെക്കുക. അത് കഴിഞ്ഞ് സിലോപ്പിയെ വരിഞ്ഞു മാറ്റി വെച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി സെറ്റാകാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റി അരമണിക്കൂർ വെച്ചു. സവാളയും പച്ചമുളകും തക്കാളിയും ഒക്കെ കുനുകുനാന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഒന്ന് ചതച്ചെടുക്കണം. നേരത്തെ മസാലയെല്ലാം തേച്ച് വെച്ച സിലോപ്പിയ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അതിന് ശേഷം ഒരു പാൻ എടുത്ത് ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. സമയം ലാഭിക്കാനായി 2 പാൻ എടുത്ത് 2 മീൻ വീതം കുക്ക് ചെയ്തെടുത്തു. ചേച്ചി അപ്പോഴേക്കും എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു. ഇതെല്ലാം ഗ്രേവി തയ്യാറാക്കാനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ചേച്ചി സിലോപ്പിയ കുക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ഈ കപ്പയൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് സാധാ കപ്പയല്ല കേട്ടോ. തൃശ്ശൂർ സ്വർണ്ണമുഖി ഏത്തക്കൊല, വാകത്താനം ചക്ക, വാഴക്കുളം പൈനാപ്പിള്, അതുപോലെ ആ കൂട്ടത്തിൽപ്പെടുന്ന പ്രസിദ്ധമായ കപ്പയാണ് പുല്ലാടൻ കപ്പ. കണ്ണു ഇപ്പുറത്ത് ഭയങ്കര പണിയിലാണ്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റമായ വാഴയില ഇവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. കപ്പയപ്പോൾ കഴുകി മാറ്റി വെക്കാം. കൂടാതെ നമ്മുടെ സിലോപ്പിയ പാകമായിട്ടുണ്ട്, അതും മാറ്റി വെച്ചിട്ട് അതിനുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമുക്ക് പാത്രം വെക്കാം. പാത്രം ചൂടായി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഞാനിപ്പുറത്ത് കപ്പയ്ക്കുള്ള തേങ്ങ തിരുമുന്നുണ്ട്. നന്നായി ഇളക്കി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് സവാളയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, സവാളയൊന്ന് വഴണ്ടു കിട്ടാനായി അല്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയെന്ന്. കൂടാതെ നമ്മുടെ മീൻകുട്ടന്മാർ ഇപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറൊരു മസാലയും കൂടെ തയ്യാറാക്കുന്നുണ്ട്, പിരി പിരി മസാല എന്ന് പറയും.
കുറച്ച് തക്കാളി എടുത്ത് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് ക്രഷ്ഡ് ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടാതെ അല്പം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പിരിപ്പിരി മസാല റെഡി. കപ്പയ്ക്കുള്ള തേങ്ങയൊക്കെ തിരുമ്മി വെച്ചപ്പോഴാണ് അതിനുള്ള വെളുത്തുള്ളി തീർന്നത്. പിന്നെ വിനോദേട്ടൻ പോയി വെളുത്തുള്ളി മേടിച്ചുകൊണ്ട് വന്നു. ഒരു സ്റ്റൗവിൽ നമ്മുടെ പിരിപ്പിരി മസാല ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് സവാളയൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അവത്തിലേക്ക് നമുക്ക് മസാലാസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മൾ മസാല തയ്യാറാക്കിയെടുത്തു. അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണമേ. തക്കാളി നന്നായി വെന്ത് വന്നതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. കൂടാതെ കപ്പയ്ക്കുള്ള വെളുത്തുള്ളിയും വന്നപ്പോൾ നമുക്ക് കപ്പയുടെ തേങ്ങയും കൂടെ ചതച്ച് വെക്കാം. അങ്ങനെ മസാലയും കപ്പയുടെ അരപ്പും എല്ലാം റെഡിയായ ശേഷം അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയാണ് അടുത്ത പരിപാടി. ആ വാഴയില അങ്ങോട്ട് വിരിച്ചിട്ട ശേഷം അതിലേക്ക് മസാല തേച്ച് ഒരു ഭാഗത്ത് പിടിപ്പിച്ച ശേഷം അതിലേക്ക് മീനെടുത്ത് വെക്കുക. മസാലയുടെ മുകളിൽ പിരിപ്പിരി മസാലയും കൂടെ ചേർത്ത് കൊടുക്കണമേ. അതിന് ശേഷമാണ് അതിൻ്റെ മണ്ടയ്ക്ക് മീനെ എടുത്ത് വെക്കുന്നത്. കുറച്ച് ഭംഗിക്ക് സവാളയും തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്തു. മീനെ എടുത്ത് വെച്ച ശേഷം വാഴയില കൊണ്ട് നന്നായി പൊതിഞ്ഞ് വാഴ നാരുകൊണ്ട് തന്നെ കെട്ടി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മീനൊന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ എല്ലാ മീനും തയ്യാറാക്കി വെക്കാം. അപ്പുറത്ത് കപ്പ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കപ്പയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ട് ചെറിയ മീനായതുകൊണ്ട് ഒരു വാഴയിലയിൽ രണ്ട് മീൻ ചേർത്ത് മസാല പുരട്ടി വെക്കുന്നുണ്ട്. കപ്പ വെന്തത് അരപ്പ് ചേർത്ത് ചേച്ചി നന്നായി ഇളക്കുന്നുണ്ട്. ശേഷം ആ തവി വിനോദേട്ടന് കൈമാറി. വിനോദേട്ടൻ അത് നന്നായി ഇളക്കിയെടുത്തു. അങ്ങനെ മീനും കപ്പയും എല്ലാം റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയും. ആഹാ, എന്താ സ്വാദ്! പുറത്ത് മഴയും ഞങ്ങൾ കഴിക്കുന്നത് ചൂട് കപ്പയും മീൻ പൊള്ളിച്ചതും. അപ്പോൾ ഞങ്ങളുടെ ബാക്കി കലാപരിപാടികൾ തുടങ്ങട്ടെ. ചേച്ചി ഒരു സൂപ്പർ ഷെഫാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കുക്ക് ചെയ്യുമ്പം ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. കണ്ണൂനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.